കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായും കരുണയ്ക്കായും കരുതലിനായും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദൈവനേക്കുമുള്ളെന്ന് പറയാൻ എന്നും നമുക്കിടയാവണം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത, നമ്മുടെ വൈരിയുടെ നമ്മെ വിടുവിച്ച, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവത്തിന് നന്ദി പറയാൻ, ആ ദൈവത്തിന് മഹത്വം കരയേറ്റാൻ, അവിടുത്തെ ആരാധിക്കാൻ, അവിടുത്തേക്ക് സ്തുതി കരയേറ്റാൻ നമ്മൾ തയ്യാറാവണം. എല്ലാ നാളിലും നമ്മുടെ ഭാരം ചുമക്കുന്നൊരു ദൈവം, അവിടെ നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അവിടുത്തെ മേലിട്ടുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ. കരുതുന്ന ഒരു ദൈവമുണ്ട്, കാക്കുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ശക്തീകരിക്കുന്നവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. നമുക്കറിയാം, സംഭവബലമായ ഓരോ ദിവസവും മരുഭൂ യാത്രയിൽ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി തന്റെ ജനത്തിനു വേണ്ടി ദൈവം ഇറങ്ങി വന്നു. വഴി കാണിക്കാൻ ദൈവം ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ വഴിയില്ലാത്ത മരുഭൂമിയിൽ പ്രിയരെ നമ്മളെ ഇറക്കിയിട്ട് തിരിച്ചു പോകുന്ന, ദുർഘടങ്ങൾ വരുമ്പോൾ മാറിപ്പോകുന്ന ഒരു ദൈവമല്ല സത്യദൈവമായ യഹോവ. നമ്മുടെ കർത്താവ് നമുക്ക് മുമ്പേ പുറപ്പെടുന്നവനാണ്. ആരും വരാത്തടത്ത്, ആർക്കും സംസാരിക്കാൻ പറ്റാത്തടത്ത് ഇറങ്ങി വന്ന, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, എന്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറയുന്ന ശബ്ദം എല്ലാ ദിവസവും അവിടെ നമ്മെ കേൾപ്പിക്കും. അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും താങ്ങുന്ന ഒരു കരം ഇന്നും നമുക്ക് വേണ്ടിയുണ്ട്. കുനിഞ്ഞിരിക്കുന്നവരെ അവിടെ നിവർത്തുന്നു. മറ്റിടത്ത് എഴുതിയിരിക്കുന്ന എല്ലാവരുടെയും കണ്ണ ദൈവത്തെ നോക്കി കാത്തിരിക്കുന്നു. ദൈവത്തെ നോക്കി കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്കും ലജ്ജിച്ചു പോകാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അടുത്ത തലത്തിലേക്ക് കയറുന്ന ഒരു ബലം ഇന്നും അവിടെ നമുക്ക് കൽപ്പിക്കുന്നുണ്ട്. 111 സങ്കീർത്തനം 9 വാക്യം, അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു, അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. ഹല്ലേൽ ഗീതങ്ങളാണ്. യഹോവയെ സ്തുതിപ്പീൻ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുമെന്ന് ഭക്തൻ പറയുകയാണ്. കാരണം യഹോവയുടെ പ്രവർത്തികൾ വലിയവയാണ്, അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടതാകുന്നു. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളതാണ്. അവിടുന്ന് തന്റെ നിയമത്തെ ഓർക്കുന്നു, തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അടുത്ത വാക്യമൊക്കെ തന്റെ പ്രവർത്തികളെ, അവിടുത്തെ ശക്തിയെ നമ്മൾ തിരിച്ചറിയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ വിടുതലുകൾ ഈ ദിവസങ്ങൾ വരും. ഇനി അതിന്റെ 7 വാക്യം കൂടെ ശ്രദ്ധിക്കുമ്പോൾ, അവന്റെ കൈകളുടെ പ്രവർത്തികൾ സത്യമാണ്, അത് വിശ്വസനീയമാണ്. അടുത്ത വാക്യം, അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വലിപ്പം, അതിന്റെ ശക്തി ഇന്ന് പകൽ ഒന്ന് തിരിച്ചറിയണം. 126 സങ്കീർത്തനം വായിക്കുന്നത് പോലെ, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ സ്വപ്നം കാണുന്നത് പോലെ അവിശ്വസനീയമായ, വിശ്വസിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത ദൈവപ്രവൃത്തി ഒരു സെക്കൻഡിനുള്ളിൽ വെളിപ്പെടുത്താൻ ഇന്നും എന്റെ ദൈവത്തിന് കഴിയും. അതാണ് നമ്മുടെ കുറിവാക്യം. ദൈവത്തിന്റെ പ്രവർത്തികൾ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു,
അത് കാലഘട്ടത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും ദൈവത്തിന്റെ പ്രവർത്തികൾ മാറില്ല. വാക്കു പറഞ്ഞവൻ എപ്പോഴും ഏത് സാഹചര്യത്തിലും നടപ്പിലാക്കാൻ, സ്ഥിരമാക്കാൻ. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങൾ സ്ഥിരമായി നിന്ന് ദൈവത്തിന്റെ രക്ഷ കണ്ടുകൊള്ളുവീൻ. ഒരു കാലഘട്ടത്തിലേക്കല്ല സഹോദരങ്ങളെ ദൈവത്തിന്റെ പ്രവൃത്തി, ഒരു മാസത്തേക്കല്ല സഹോദരങ്ങളെ, കഴിഞ്ഞ മാസത്തേക്കല്ല, ജനുവരി ഫെബ്രുവരിയിലേക്കല്ല. ഇന്നും ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിലും സ്ഥിരമായി നിൽക്കും. അതിനെ അസ്ഥിരപ്പെടുത്താൻ ആർക്കും കഴിയില്ല. എത്ര പേർ ഈ വചനത്തിന്റെ ആഴം ഏറ്റെടുക്കും? ഇന്ന് ദൈവത്തിന് കഴിയുമോ എന്നാരും ചിന്തിക്കരുത്. ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി തീർന്നു പോയോ? ഇല്ല. ഇന്നലകളിൽ ആഴിയിൽ ഇറങ്ങി വന്ന ദൈവം, ആഴത്തിൽ പാതയൊരുക്കിയ ദൈവം, കൊടുങ്കാറ്റിലും സമുദ്രത്തിലും വെളിപ്പെട്ട ദൈവം, മരുഭൂമിയിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും ആ പ്രവൃത്തി സ്ഥിരമായി തന്റെ ജനത്തിന് ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നോക്കൂ, ദൈവത്തിന്റെ പ്രവർത്തികൾ സ്ഥിരമായിരിക്കുന്നു എന്നേക്കും. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയും അവിടുത്തെ ശക്തിയും അവിടുത്തെ പ്രമാണങ്ങളും അനുഷ്ഠിക്കാൻ ദൈവം ഇന്ന് പകലിലും, നോക്കൂ, കൃത്യമായി ദൈവം ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നേരോടെ, കൃത്യതയോടെ, റൈറ്റ് ടൈമിൽ. അത് സാഹചര്യം വകവെക്കരുത്. അനുഷ്ഠിക്കപ്പെടുന്ന ദൈവം. നിങ്ങൾ നോക്കൂ, യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം നമുക്ക് അറിവുള്ളതാണ്. അവിടെ യിരെമ്യാവ് കാവൽപുരമുറ്റത്തടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നഗരം കൽദയരുടെ കയ്യിലാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അവിടെ ദൈവത്തിന്റെ അരുളപ്പാട് നോക്കിയേ. യിരെമ്യാവ് കാവൽപുരമുറ്റത്തടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം അവനുണ്ടായത്. അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ. കണ്ടോ, അതിനെ നിവർത്തിക്കുവാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന നാമമുള്ളവൻ. അപ്പൊ അനുഷ്ഠിക്കുന്ന സാഹചര്യങ്ങൾ കണ്ട് നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ, ദൈവപ്രവർത്തികൾ മാറ്റിവെക്കുന്ന ഒരു ദൈവമല്ല സഹോദരങ്ങളെ. ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യമാകട്ടെ, സങ്കീർണമായ പ്രതിസന്ധിയിലൂടെ പോകട്ടെ, പക്ഷേ നിങ്ങളോട് വാക്കു പറഞ്ഞവൻ ഇന്നും ആ ദൈവശബ്ദം അനുഷ്ഠിക്കാൻ, പ്രാവർത്തികമാക്കാൻ, പുറത്തു കൊണ്ടുവരാൻ, പുറപ്പെടുവിക്കാൻ കഴിവുള്ളവനാണ്. കൃത്യമായി കാനാവിലെ കല്യാണ വീട്ടിൽ ആ വീട് അപമാനിക്കപ്പെടാൻ പോകുന്ന സാഹചര്യം നമുക്കറിയാം. അടുത്ത ഒരു വീഞ്ഞുണ്ടാക്കാനുള്ള ടൈം അവിടെ ഇല്ല മാനുഷികമായി. പക്ഷേ കോരി നിറപ്പീനെന്ന് പറഞ്ഞവൻ ഏറ്റവും ടേസ്റ്റ് ഉള്ളനെ പുറത്തു കൊണ്ടുവരാൻ, അനുഷ്ഠിക്കാൻ, ഇതുവരെ രുചിക്കാത്തത് തരാൻ കഴിവുള്ളവനാണ് എന്ന് ആ വീട്ടിൽ കർത്താവ് വെളിപ്പെടുത്തിയില്ലേ? അതാണ് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാൻ തയ്യാറാകൂ എന്ന് പള്ളിപ്രമാണിയോട് യേശു പറഞ്ഞപ്പോൾ വീട്ടിനകത്ത് കൂടി നിന്നവർ പലരും പരിഹസിച്ചില്ലേ? പക്ഷെ അനുഷ്ഠിക്കുന്നവനകത്തേക്ക് കയറി ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞതിനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അസാധ്യങ്ങൾ സാധ്യമായില്ലേ പ്രിയരെ? ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നേരോടും കൃത്യതയോടും വിശ്വസ്തയോടും ദൈവത്തിന്റെ പ്രവർത്തികൾ ഇപ്പോൾ 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 ഏറ്റെടുക്കാൻ തയ്യാറാകൂ. നിങ്ങളുടെ മേൽ വരുന്നു, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ വരുന്നു. പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, കുഞ്ഞെ, കൈവിടാത്ത ദൈവം അവിടുത്തെ പ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ്. അനുഷ്ഠിക്കുന്ന ദൈവം, നിർണയിക്കുന്ന ദൈവം. അത് നിർണയിച്ചാൽ അതിനെ നിർബലമാക്കുവാൻ അവിടുത്തെ പ്രവർത്തികൾ ഇന്നും സ്ഥിരമാണ്.
അവിടുത്തെ വാക്കുകളെ ദുർബലമാക്കാൻ ആർക്കും സാധ്യമല്ല. നിങ്ങളുടെ ശരീരത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്നു, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇറങ്ങുന്നു, നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയത്തിൽ ഇറങ്ങുന്നു. സ്തോത്രം ചെയ്താട്ട. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുടെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. അസാധ്യങ്ങൾ സാധ്യമായിരിക്കാൻ സ്തോത്രം. തിരുമഹത്വം ഇറക്കിയിരിക്കാൻ സ്തോത്രം. കൃപയെന്നാർപ്പോടെ ഞങ്ങൾ ആണിക്കല്ല് കയറ്റുന്നു യേശുവിന്റെ നാമത്തിൽ. അങ്ങയുടെ പ്രവൃത്തി എന്നേക്കും സ്ഥിരമായിരിക്കാൻ, സ്ഥിരമായി നിന്ന് അങ്ങയുടെ പ്രവൃത്തി കാണാൻ, ഉറച്ചു നിൽപ്പാൻ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. അവിടെ നൽകിയ രക്ഷയെ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ ഇന്നും ഇടയാക്കുന്നതിന് സ്തോത്രം. സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ചാവാറായ ശേഷിപ്പുകൾ ശക്തീകരിക്കപ്പെടട്ടെ. കൃപ കൂടെയിരിക്കും യേശുവിൻ നാമത്തിനെ. ആമേൻ. സഹോദരങ്ങളെ, അവിടുത്തെ പ്രവൃത്തികൾ സ്ഥിരമാണ്. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.